ഇന്ന് നമുക്ക് നല്ലൊരു സീസണൽ റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് റെഡിയാക്കാം കേട്ടോ. പൊട്ടുവെള്ളരിയാണ് സംഭവം. ഇപ്പൊ ഫ്രൂട്ട്സിന്റെ കടകളിലൊക്കെ കൂടുതലായിട്ട് തൂങ്ങി കിടപ്പുണ്ടാവും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം. മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പൊട്ടുവെള്ളരി കൂടാതെ 2 ഇൻഗ്രീഡിയന്റ്. പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴിച്ചൊരു പൊട്ടുവെള്ളരി എടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തന്നെത്താനെ വിണ്ട് പൊട്ടി വരും കേട്ടോ. അത് നന്നായിട്ട് പഴുക്കാത്ത പൊട്ടുവെള്ളരിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ വെറുതെ പൊതിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. തന്നെത്താനെ പൊട്ടി വരും. നേരത്തെ പാട പോലത്തെ ഒരു തൊണ്ടാണ് ഇതിനുള്ളത്. പിന്നെ ആ കുരു മാത്രം ഇതിന് കളയാനുള്ളൂ കേട്ടോ. കുരു ഹെൽത്തിയാണ്, കഴിക്കുന്നവർക്ക് നല്ലതാണ്. പക്ഷെ നല്ല ബലം ഉണ്ടാവും. നമുക്ക് ജ്യൂസിലൊക്കെ വരുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ നല്ല അകൽച്ചയുള്ള തുളയുടെ സ്ട്രെയിനർ എടുക്കാം കേട്ടോ. തീരെ തുള ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇതിന്റെ ആ ഒരു കുരു എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പൊ നമ്മൾ ചോറൊക്കെ സ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു സ്ട്രെയിനർ ആയാലും മതി. അപ്പൊ പെട്ടെന്ന് കഴിയൂട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന ആ രീതിയിൽ തൊണ്ട് പോരാതെ സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കറക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തുളയുടെ സ്ട്രെയിനർ എടുത്താൽ മാത്രം മതി. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് വെള്ളം പോലെ ഇങ്ങനെ താഴത്തേക്ക് ചാടില്ല. അരിപ്പയുടെ താഴത്ത് തന്നെ ഇങ്ങനെ കട്ടി പിടിച്ച് കുറെ കിടപ്പുണ്ടാവും. നമ്മളിങ്ങനെ അങ്ങോട്ട് വടിച്ചെടുക്കുക. അങ്ങനെ ഇപ്പം ഞാനിവിടെ കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് നിങ്ങൾ ജ്യൂസ് അടിച്ചാൽ മതി. ഇത് അടിച്ചൊക്കെ വെച്ചാൽ പെട്ടെന്ന് കേടാവും കേട്ടോ. ഒരു ദിവസം പിറ്റേന്നൊക്കെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കേടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ചൂടൊക്കെ അനുസരിച്ച്. ഞാൻ ഇതിൽ നിന്ന് പകുതി മാറ്റിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. 2 ദിവസത്തിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. നിങ്ങൾക്ക് ഇതിലേക്ക് പശുവും പാലും തേങ്ങാപ്പാലും ഉപയോഗിക്കാം. തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പശുവും പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിച്ചാൽ മതി. നമുക്ക് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ. തേങ്ങാപ്പാലിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഇട്ടാട്ടോ ഞാൻ അടിച്ചെടുത്തത്. ഇതിന്റെ 2ാം പാലൊന്നും എടുക്കില്ല കേട്ടോ. 1ാം പാൽ മാത്രം മതി. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാൽ റെഡി ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മധുരത്തിന് പഞ്ചസാരയാണ്. അല്ലെങ്കിൽ ശർക്കരപ്പാനി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് തണുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഡയറക്റ്റ് ജ്യൂസിലേക്ക് ഇട്ട് കലക്കിയെടുത്താലും മതി. ഞാൻ എളുപ്പത്തിനായിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങാപ്പാലിന്റെ ഒപ്പം ഒന്ന് അടിച്ചെടുത്ത ശേഷം നമ്മുടെ ജ്യൂസിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്രയുള്ള വളരെ സിമ്പിളാണ്. നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നിങ്ങൾക്ക് തണുപ്പ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാം. ഐസ് ക്യൂബ്സ് മുകളിലിടുമ്പോൾ ഒന്നും കൂടി ലൂസ് ആയി പോകും കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഐസ് ക്യൂബ്സ് കൂടി മുകളിലേക്ക് ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്തെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ റെസിപ്പിയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്